ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111-ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ പേഴ്സണലി അപ്ലൈ ചെയ്ത് നോക്കിയതും അതുപോലെ അപ്ലൈ ചെയ്ത അന്ന് മുതൽ ഇന്നും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നൈറ്റ് പ്രാക്ടീസാണ്. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും ജേർണലിംഗ് എക്സസൈസുകളും അതുപോലെ അഫർമേഷനും സ്ക്രിപ്റ്റിംഗ് മെത്തേഡും ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാറുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളതും അതേസമയം എൻ്റെ മൈൻഡ് സെറ്റിലും അതുപോലെ ചിന്താഗതിയിലും ഒക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രാക്ടീസ് കൂടിയാണിത്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മണിക്കൂറുകളോളം സമയമോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സെറ്റപ്പുകളോ തയ്യാറെടുപ്പുകളോ ഒന്നും ഈ ഒരു പ്രാക്ടീസിന് വേണ്ട. അതുപോലെ 5 മിനിറ്റ് ടൈമിൽ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ആ ഒരു 5 മിനിറ്റ് നമ്മളൊരു ദിവസത്തിൻ്റെ അവസാനം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നത് നമ്മളുടെ മനസ്സിനെയും അതുപോലെ ചിന്തകളെയും വളരെ സബ്റ്റിലായിട്ടും അതുപോലെ പവർഫുള്ളായിട്ടും സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ പ്രാക്ടീസ് നമുക്ക് മുടങ്ങാതെ ചെയ്യാൻ തുടങ്ങിയ ശേഷം, ഞാനിത് ചെയ്തു തുടങ്ങിയതിന് ശേഷം എന്നിൽ പല കാര്യങ്ങളിലും കുറച്ചുകൂടെ ശാന്തമായിട്ടും കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടും ചിന്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലൈഫിനെ കുറിച്ചിട്ടുള്ള എൻ്റെ പെർസ്പെക്റ്റീവിലും പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിലും ഒക്കെ ഈ ഒരു റൊട്ടീൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് തിങ്കിങ്, അതുപോലെ സെൽഫ് ബിലീഫ്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഹോപ്പ്, ഇതൊക്കെ കൂടുതൽ കോൺഷ്യസ്ലി നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുള്ള, എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ മാജിക് ടെക്നിക്കുകളൊന്നുമില്ല. ഒരൊറ്റ രാത്രികൾ കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ തവണ ചെയ്തത് കൊണ്ട് ജീവിതം മാറ്റിമറിക്കുന്ന ഷോർട്ട് കട്ടും ഇതിനകത്തില്ല. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും അതുപോലെ നമ്മുടെ ഒരു തോട്ട് പാറ്റേണിനെയും അല്ലെങ്കിൽ ലൈഫിനെ നമ്മൾ കാണുന്ന രീതിയെയും കുറിച്ച് അതിനെയൊക്കെ കുറേശ്ശെയായിട്ട് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ട്രെയിൻ ചെയ്യാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്ക്രിപ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാക്ടീസുകളോ ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു പ്രാക്ടീസ് അതിൻ്റെ ഒപ്പം ചെയ്ത് പോകാൻ പറ്റും. അതായത് മറ്റൊരു ടെക്നിക്കോ എന്നെ റീപ്ലേസ് ചെയ്യുന്നില്ല ഈ ഒരു പ്രാക്ടീസ്, മറിച്ച് നമ്മളുടെ മൈൻഡ് സെറ്റിനെയും ഇമോഷണൽ സ്റ്റേറ്റിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെൽത്തി നൈറ്റ് ഹാബിറ്റ് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് ബിഫോർ സ്ലീപ്പ് മാനിഫെസ്റ്റേഷൻ റൊട്ടീൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ടാണ് ഇത് ഇത്ര എഫക്റ്റീവാണ് എന്നുമൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയത്ത് നമ്മളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ ഫേസിലാണ്. അപ്പോൾ ദിവസം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളൊക്കെ പതുക്കെ സെറ്റിലാകുന്നൊരു സമയമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളും അതുപോലെ അനുഭവിക്കുന്ന വികാരങ്ങൾക്കും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടെ ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ പലരും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നെഗറ്റീവ് ന്യൂസ് കേൾക്കരുത്, നെഗറ്റീവ് തോട്ട്സുകൾ കൊണ്ടുവരരുത്, അൺനെസസറി വറീസിലൊന്നും പെട്ടുപോകരുതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റൊട്ടീൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 1 മിനിറ്റ് മാത്രം മതി. നമ്മൾ ഉറങ്ങാനായിട്ട് കിടന്നു, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു സമാധാനമായിട്ട് കിടക്കുകയാണ്. കിടന്നുകൊണ്ട് ചെയ്യാം, ബെഡിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് അന്നത്തെ ദിവസം സംഭവിച്ച ഒരു 3 നല്ല കാര്യങ്ങളെ ഓർക്കുക. അത് വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ആവണമെന്നില്ല കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ സമയം കിട്ടി, അതുപോലെ നല്ല ഫുഡ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങളോടൊരാൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഒരാൾ സ്നേഹത്തോടെ നോക്കി സംസാരിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇനി എത്ര മോശമായ ദിവസമാണെങ്കിലും ഇന്ന് ഈ നിമിഷം നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്ന ഒരനുഗ്രഹം ഉണ്ട് എന്ന് കരുതുക. അപ്പം അങ്ങനെയുള്ള 3 അനുഗ്രഹങ്ങൾ, ആ ദിവസത്തെ 3 നല്ല കാര്യങ്ങളെടുത്ത് അതിന് നിങ്ങൾ അത്രയും ഫീലോട് കൂടി നന്ദി പറയുക. നന്ദി എന്നത് വാക്കുകളിലല്ല, നമ്മുടെ ഇമോഷനിലാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ മനസ്സിനെ നമുക്കൊരു ലാക്കിൽ നിന്ന്, ഒരു ഇല്ലായ്മയിൽ നിന്നും നമുക്കൊരു അബണ്ടൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ
ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വിഷ്വലൈസേഷനാണ്. ഇവിടെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാം. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധിക്കുന്ന അത്രയും ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്ന പോലെ നമ്മുടെ ലൈഫിനെ ദൂരെ നിന്ന് കാണാതെ നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ ആ ഒരു അനുഭവം ഫീൽ ചെയ്യുക. അതായത് ഇപ്പം നിങ്ങളൊരു ജോലി മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇരിക്കുന്നതും നിങ്ങളത് വായിക്കുന്നതും നിങ്ങൾ മനസ്സിൽ കാണുക. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു വീടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ വീടിൻ്റെ താക്കോലിരിക്കുന്നതും ഡോറ് തുറന്ന് നിങ്ങൾ ആ പുതിയ വീട്ടിലേക്ക് കാല് കുത്തുന്നതും ആ വീടിനകമൊക്കെ നിങ്ങൾ കാണുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു വണ്ടിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ അതിൻ്റെ സ്റ്റിയറിങ് നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നമ്മളുടെ കണ്ണിലൂടെ ആ ഒരു കാര്യത്തെ ഡ്രീമിനെ റിയാലിറ്റിയാക്കി വിഷ്വലൈസ് ചെയ്യുക. അതിന് കുറച്ചുകൂടെ ആ ഒരു ഇതിന് എഫക്റ്റ് കൂടുതലാണ്. അതിൻ്റെ സീനൊന്നും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കണമെന്നില്ല. നമ്മൾ ആ ഒരു നിമിഷത്തെ സന്തോഷം, സമാധാനം, അതുപോലെ നന്ദി, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യണം. കാരണം വിഷ്വലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു പിക്ചറല്ല, ആ ഒരു ഫീലിംഗ് തന്നെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. നമ്മൾ അന്ന് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പ്രസൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു. നെക്സ്റ്റ് ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. അതായത് നമുക്ക് ലഭിക്കാത്ത പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയണമെന്നില്ല. എന്താണ്, എൻ്റെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും വരുന്ന പുതിയ അവസരങ്ങൾക്ക് നന്ദി, ഓരോ ദിവസവും ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നതിന് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതിന് നന്ദി, ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന സന്തോഷത്തിനും സമാധാനത്തിനും നന്ദി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നമ്മളുടെ ഗോൾസുകൾ, എൻ്റെ ഗോളിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ പറയാം. ഇനി നമ്മളിത് ഫോഴ്സ് ചെയ്തല്ല പറയേണ്ടത്, നമ്മൾ കഴിയുന്നത്ര സ്വാഭാവികമായിട്ടിത് പറയാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്തത് 2 or 3 ഒരു അഫർമേഷൻ പറയാം. എവറിത്തിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഓഫ് ഫോർ മീ, ഇങ്ങനെ തുടങ്ങുന്ന നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അഫർമേഷൻസ് നമ്മൾക്ക് തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്താണ്, എൻ്റെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ എന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, ഐ ട്രസ്റ്റ് ദ ടൈമിങ് ഓഫ് മൈ ലൈഫ്, അല്ലെങ്കിൽ ഐ ആം ഓപ്പൺ ടു റിസീവ് ഗുഡ് തിങ്സ്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ നല്ല കാര്യങ്ങളെയും സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെയൊക്കെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മൾക്ക് ചേരുന്ന കുറച്ച് അഫർമേഷൻസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഡെയിലി പറയാം. അപ്പം ഇത് നമ്മളെ പേഴ്സണലി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന അഫർമേഷൻസുകൾ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം നമ്മുടെ ഫ്യൂച്ചറിനെ അത് സ്വാധീനിക്കുകയും ചെയ്യും. നല്ലൊരു മൈൻഡ് ഷിഫ്റ്റ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് അടുത്ത പ്രോസസ്സാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് ലെറ്റ് ഗോ. പല ആളുകളും മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യും, വിഷ്വലൈസേഷൻ ചെയ്യും, അഫർമേഷൻസ് പറയും. പക്ഷേ അതിനുശേഷം വീണ്ടും അവരിലേക്ക് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇതെപ്പോൾ നടക്കും, ഇതിന് വർക്കാവുമോ, അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും ഇനിയും ഇത് നടക്കാത്തത്, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ ആങ്സൈറ്റി കൂട്ടാൻ സഹായിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രാക്ടീസിൻ്റെ അവസാനം ലെറ്റ് ഗോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എൻ്റെ ഒരു പാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് അതിൻ്റെ സമയത്ത് കൃത്യമായി എൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കും. ഏറ്റവും നല്ല ശാന്തമായ മനസ്സോടെ ഞാൻ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന ഒരു വിട്ടുകൊടുക്കൽ, ആ ഒരു ലെറ്റ് ഗോ നമ്മുടെ ആ പ്രാക്ടീസിൻ്റെ എൻഡിങ് ആയിട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ആ ചിന്തയെ വിട്ടുകൊടുത്ത് ഉറങ്ങുക. അപ്പോൾ ഇനി ഈ റൊട്ടീൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു നെഗറ്റീവ് തിങ്കിങ് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേത്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ജീവിതത്തിലെ നല്ല കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുപോകാൻ പറ്റും. മൂന്നാമത്, നമ്മൾ ഈ വിഷ്വലൈസേഷനിലൂടെ ഗോൾസിനോടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നാലാമത്തെ, നമ്മളുടെ അഫർമേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക് വളർത്താനും സഹായിക്കും. അഞ്ചാമത്തെ, ലെറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഔട്ട്കമ്മിനെ കുറിച്ചിട്ടുള്ള അൺനെസസറി സ്ട്രെസ്സ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും.
അതുകൊണ്ട് മാനിഫെസ്റ്റേഷന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു ഓവറോൾ മൈൻഡ് സെറ്റിനും അതുപോലെ ഇമോഷണൽ വെൽബീയിങ്ങിനും ഇത് വളരെ നല്ലൊരു നൈറ്റ് റുട്ടീൻ ആണ്. അപ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു ടെക്നിക്കിനെ കുറിച്ചല്ല, നിങ്ങൾ ദിവസവും നിങ്ങളുടെ മനസ്സിന് നൽകുന്ന ഒരു കഥയാണ്. ഓരോ രാത്രിയും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിന് ഭയമാണോ ടെൻഷനാണോ നൽകേണ്ടത്, അതോ പ്രതീക്ഷയുടെ ഒരു കഥയാണോ നൽകേണ്ടത് എന്നൊരു അവയർനെസ് നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് മാനിഫെസ്റ്റേഷനും വർക്കായി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് നിങ്ങൾ കോൺഷ്യസ്ലി നമ്മളത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് തുടങ്ങുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റുകളിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.